ഞാനും നിങ്ങളും പോസിറ്റീവായി ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അത് അനുവദിക്കാൻ അദ്ദേഹത്തിന് മനസ്സ് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഞാൻ എന്റെ അധികാര പരിധിയില്ല. കാരണം KSRTCയുടെ ബാങ്ക് ബാലൻസിൽ പൈസ കിടപ്പുണ്ടെങ്കിൽ ഞാൻ ഇതിനുമ്പ് എടുത്ത് തന്നെ 61 മണ്ഡല പൂജാകാലങ്ങളിൽ എല്ലാ മാസവും 5 ദിവസം 61 ബസ്സുകൾ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരും. മദ്രാസ്, ചെന്നൈയിൽ നിന്നടക്കം കേരളത്തിലേക്ക് വരും. അതേസമയം നമ്മൾക്കും അങ്ങോട്ട് പോകാൻ കഴിയും. അത് കൂടാതെ ബഡ്ജറ്റ് ടൂറിസത്തിന് ഒരു മാസം 21 റൂട്ടുകളിലായി 150 ട്രിപ്പുകൾ BTC ഓടിക്കാൻ നമുക്ക് തമിഴ്നാട് സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട്. നമ്മൾ തുടങ്ങിയാണ്. ബിസിനസ് ക്ലാസ് ബസ് വരുന്നു. അതുപോലെ ബഡ്ജറ്റ് ടൂറിസത്തിന് വേണ്ടി 10 എയർ കണ്ടീഷൻ ബസ്സുകൾ, ചെറിയ നമ്മളെ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം പോലെയുള്ള വണ്ടികൾ 10 എണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വെച്ച് ബഡ്ജറ്റ് ടൂറിസത്തിന് വേണ്ടി അതായത് ഒരു സെൻട്രൽ 2-3 സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ഒരു AC ബസ് കൊടുക്കും. ഇഷ്ടമുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പൂൾ ചെയ്തെടുക്കാം. ഞാൻ ഇത്രയും ദിവസം ഞാനൊരു ശരിക്കും പറയാം മന്ത്രി എന്ന നിലയിൽ നിങ്ങളായിട്ട് കാണുന്ന വിടവാങ്ങൽ പ്രസംഗമായിട്ട് കണക്കാക്കാം. ഞാനിത് നിങ്ങളോട് എല്ലാവരോടും സ്നേഹത്തോടെ എന്നോട് സഹകരിച്ചവരോട് ഞാൻ നന്ദി പറയുകയാണ്. ഇനിയും ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. ഇന്ന് എങ്ങനെ മുന്നോട്ട് പോകുന്നു അതിനേക്കാൾ മികച്ച രീതിയിൽ മന്ത്രി മാറി വന്നാലും ആര് മാറി വന്നാലും നിങ്ങളിത് മുന്നോട്ട് നയിക്കണം. ഇത് നിങ്ങളുടെ ജീവനക്കാരായ നിങ്ങളുടെ സ്വത്താണ്. ഇത് നിലനിൽക്കേണ്ടത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ്. ജനങ്ങൾക്ക് ഏത് തരം വണ്ടി കിട്ടിയാലും കുഴപ്പമില്ല. പക്ഷേ ഇത് നിലനിൽക്കേണ്ടതും ഇതിനെ വളർത്തേണ്ടതും നിങ്ങൾ തന്നെയാണ് എന്ന് ആലോചിക്കണം. അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിൽ മുന്നോട്ടാണ്. നിങ്ങൾക്ക് തരാൻ പറ്റുന്നതെല്ലാം തരാനാണ് എന്റെ ആഗ്രഹം. നിങ്ങൾക്ക് കുറച്ച് DA തന്നിട്ട് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അപേക്ഷ തന്നു കഴിഞ്ഞു, എനിക്ക് നിങ്ങൾ ധനകാര്യമന്ത്രിയുമായി സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ ഇന്ന് ധനകാര്യമന്ത്രിയുമായി സംസാരിച്ചു. നമ്മുടെ കയ്യിൽ അതിന് പണമില്ല. എല്ലാ മാസവും ഇന്ന് കിട്ടുന്നത് 50 കോടി രൂപയാണ് KSRTC സർക്കാർ നൽകുന്നത്. 55 കോടി രൂപയെങ്കിലും KSRTCക്ക് തന്നാൽ മാത്രമേ നമുക്ക് DA വർദ്ധിപ്പിച്ച് മുന്നോട്ട് തരാനുള്ള DA തന്ന് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതിന്റെ ഒരു ഭാഗമെങ്കിലും തന്ന് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ളതുകൊണ്ട് ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു DA വർധനം അനുവദിക്കുന്നതിന് വേണ്ടി, കുടിശ്ശിക DA കൊടുക്കുന്നതിന് വേണ്ടി ഒരു പ്രപ്പോസലുമായി ഇന്ന് ഉച്ചയ്ക്ക് നിങ്ങളുടെ CMDയും ഷാരി FNCOയും ധനകാര്യമന്ത്രിയുമായി ചർച്ച ചെയ്യും. അദ്ദേഹം അന്ത്യ തീരുമാനം എന്നെ അറിയിക്കുമ്പോൾ ഞാനും നിങ്ങളും പോസിറ്റീവായി ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അത് അനുവദിക്കാൻ അദ്ദേഹത്തിന് മനസ്സ് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഞാൻ എന്റെ അധികാര പരിധിയില്ല. കാരണം KSRTCയുടെ ബാങ്ക് ബാലൻസിൽ പൈസ കിടപ്പുണ്ടെങ്കിൽ ഞാൻ ഇതിനുമ്പ് എടുത്ത് തന്നെ അതിനെനിക്ക് ഒരു പ്രശ്നമില്ല. മുഖ്യമന്ത്രി അതിന് വളരെ അനുകൂലമായ നിലപാടാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ തമ്മിൽ സംസാരിച്ചോളൂ, ഞാൻ രണ്ടുപേരെയും ചുമതലപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ സംസാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം കണക്കുകളുമായി എന്താണ് കമ്മിറ്റ്മെന്റ് എന്നായിട്ട് കണക്കുകളുമായി ചെല്ലാൻ CMD അയക്കാൻ പറഞ്ഞു. അപ്പൊ ഷാജിയും കൂടി കണക്കുമായിട്ട് കൂടെ പോകാൻ ഞാൻ പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഏതും സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ഇന്നിവിടെ തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ MD ശ്രീ മോഹൻ വന്നിട്ടുണ്ട്. അദ്ദേഹം വന്നത് തന്നെ നമ്മളുമായുള്ള ഈ വർഷത്തെ എഗ്രിമെന്റ് ഒപ്പിടാനാണ്. ചരിത്രത്തിലെ മാറ്റത്തിന്റെ തുടങ്ങുന്ന എഗ്രിമെന്റ് ആണ്. നമ്മൾ കിലോമീറ്റർ വെച്ചാണ് പോയിരുന്നത്. ഇപ്പോൾ അത് മാറ്റി ബസ് പാരിറ്റിയിലേക്ക് മാറുകയാണ്. കിലോമീറ്റർ ഉണ്ട്, പക്ഷേ ബസ് പാരിറ്റിയിലേക്ക് മാറുമ്പോൾ 61 മണ്ഡല പൂജാകാലങ്ങളിൽ എല്ലാ മാസവും 5 ദിവസം 61 ബസ്സുകൾ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരും. മദ്രാസ്, ചെന്നൈയിൽ നിന്നടക്കം കേരളത്തിലേക്ക് വരും. അതേസമയം നമ്മൾക്കും അങ്ങോട്ട് പോകാൻ കഴിയും. അത് കൂടാതെ ബഡ്ജറ്റ് ടൂറിസത്തിന് ഒരു മാസം 21 റൂട്ടുകളിലായി 150 ട്രിപ്പുകൾ BTC ഓടിക്കാൻ നമുക്ക് തമിഴ്നാട് സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ വന്നിരുന്നു. അന്ന് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചതാണ്. കൊടൈക്കനാല്, നാഗൂർ, പിന്നെ തിരുപ്പതി, തൃച്ചെന്തൂര്, അങ്ങനെ പഴനി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഒരു ബഡ്ജറ്റ് ടൂറിസം നിങ്ങൾക്ക് എവിടെ നിന്ന് ഏത് ഡിപ്പോയിൽ വേണമെങ്കിലും ബഡ്ജറ്റ് ടൂറിസം പ്ലാൻ ചെയ്യാം. മധുര ക്ഷേത്രമുണ്ട്, ട്രിച്ചി, അവിടെ പിന്നെ പിള്ളയാർപ്പെട്ടിയുണ്ട്. അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങൾ, ഒരുപാട് അമ്പലങ്ങൾ, പള്ളികൾ, തമിഴ്നാട്ടിലെ ആറ്റാങ്കര പള്ളി അടക്കമുള്ള പള്ളികളിലേക്ക് എല്ലാ സ്ഥലത്തേക്കും, അതുപോലെ പിന്നെ മണ്ടക്കാട് ക്ഷേത്രത്തിലേക്കും ഒക്കെ എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും എല്ലാ ഡിപ്പോകളിൽ നിന്നും ബഡ്ജറ്റ് ടൂറിസം, പീൽഗ്രിം ടൂറിസം, റിസോർട്ട് ടൂറിസം, കൊടൈക്കനാൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഉദ്യോഗസ്ഥർ പോവുകയും നല്ല നല്ല ഹോട്ടലുകൾ കണ്ടെത്തി അവരുമായി ഒരു എഗ്രിമെന്റിനും ഒരു താരിഫിന്റെ കാര്യത്തിലൊക്കെ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ KSRTC എന്ത് തീരുമാനമൊക്കെ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ജനങ്ങൾക്ക് എത്ര കുറച്ചു കൊടുക്കും, യാത്രക്കാർക്ക് എത്ര കുറച്ചു കൊടുക്കും ധാരണയുണ്ട്. ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ എഗ്രിമെന്റോടുകൂടി നമുക്ക് തമിഴ്നാട്ടിലേക്ക് ബഡ്ജറ്റ് ടൂറിസം, തമിഴ്നാട്ടിൽ ഇറങ്ങി നമ്മൾ ആരെയും എടുക്കുന്നില്ല. തമിഴ്നാട്ടിൽ റോഡിൽ പോകുന്ന ഒരു യാത്രക്കാരനെ നമ്മൾ വണ്ടി കയറുന്നില്ല. നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുന്ന യാത്രക്കാരുമായി മാത്രമായിരിക്കും തമിഴ്നാട്ടിൽ പോകുന്നത്. നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി അവിടെ എൻജോയ് ചെയ്തതിനു ശേഷം തിരിച്ച് നമ്മൾ മടങ്ങുകയാണ് സുരക്ഷിതമായി. കാരണം പല ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രായം ചെന്ന അമ്മമാരുണ്ട്, അച്ഛന്മാരുണ്ട്. ഇവരെ കൊണ്ടുപോകാൻ മക്കൾക്ക് സമയമില്ല, മനസ്സുമില്ലാത്തവരുണ്ട്. എങ്കിലും അവർക്ക് ചെറിയ ഒരു പൈസ കൊടുത്തുകൊണ്ട് നമ്മുടെ ബഡ്ജറ്റ് ടൂറിസം കോർഡിനേറ്ററുടെ സ്നേഹവും വാത്സല്യവും
ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും സ്നേഹവും വാത്സല്യവും സുരക്ഷിതത്വവും അനുഭവിച്ചുകൊണ്ട് പോയി വരാൻ കഴിയുന്ന ബഡ്ജറ്റ് ടൂറിസം ഇന്ന് നമുക്ക് അഭിമാനകരമായ ഒരു നേട്ടമാണ്. അത് വലിയ കഴിഞ്ഞ വർഷങ്ങളെക്കാളൊക്കെ എത്രയോ ഇരട്ടി നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. നമ്മുടെ ബസ് സ്റ്റേഷനുകളെല്ലാം വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. 560-ലധികം ടൺ മാലിന്യമാണ് KSRTC ബസ് സ്റ്റേഷനുകളിലും നമ്മൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച മാലിന്യമുക്ത കേരളം പദ്ധതിയിലൂടെ നമ്മൾ എടുത്തു മാറ്റിയത്. ഓരോ സ്ഥലത്തും അതല്ല എല്ലാ ബസ് സ്റ്റേഷനും കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും ബസ് സ്റ്റേഷനുകൾ ഒരുമിച്ച് പണിഞ്ഞ കാലഘട്ടമല്ല. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഞാൻ മന്ത്രിയായി വന്നതിന് ശേഷം ഒരിക്കലും തീരാതെ കിടന്ന കോതമംഗലം ബസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടുത്തെ MLA ചെറുപ്പക്കാരനെ MLA പറഞ്ഞു, മന്ത്രി ഞാൻ ജനിക്കുന്നതിന് മുമ്പാണ് ഇതിന്റെ പണി തുടങ്ങിയത്, ഇപ്പോഴെങ്കിലും തീർന്നല്ലോ എന്നാണ്. മൂവാറ്റുപുഴ ബസ് സ്റ്റേഷൻ തീരാതെ കിടന്ന ബസ് സ്റ്റേഷൻ നാളെ വൈകിട്ട് 5 മണിക്ക് ഞാൻ ഉദ്ഘാടനം ചെയ്യും. തീരാതെ കിടന്നാണ് അവിടുത്തെ MLA ഞാനുമായി സംസാരിച്ച് ടൈം ബൗണ്ടഡ് ആയിട്ട് നമ്മൾ ഇത്ര ദിവസങ്ങളിൽ ടെൻഡർ വിളിക്കും, ഇത്ര ദിവസത്തിൽ പണി തീർക്കും, അങ്ങനെ ഷെഡ്യൂൾ വെച്ചാണ് ചെയ്തത്. കൊട്ടാരക്കര ബസ് സ്റ്റേഷൻ തറക്കല്ലിട്ടു, കായംകുളം ബസ് സ്റ്റേഷന് തറക്കല്ലിട്ടു, ടെൻഡർ വിളിച്ച നടപടിയാണ്. കൊല്ലം ബസ് സ്റ്റേഷന് തറക്കല്ലിട്ടു, ചെങ്ങന്നൂർ ഇട്ടു, ചങ്ങനാശ്ശേരി പണി തീരാറായി വരുന്നു, തൃശ്ശൂര് ഇരിഞ്ഞാലക്കുട ചാലക്കുടി ഇതെല്ലാം നമ്മൾ ആറ്റിങ്ങൽ ഇടാൻ പോകുന്നു. ബാക്കിയുള്ള ഇത്രയധികം ബസ് സ്റ്റേഷനുകൾ അത്യന്താധുനിക സൗകര്യമുള്ള കോടികൾ ചെലവഴിച്ച്, അത് 10 കോടി 11 കോടി 13 കോടി 18 കോടി ചെലവാക്കിയുള്ള ബസ് സ്റ്റേഷനുകൾ ട്രാൻസ്പോർട്ടിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ബസ് സ്റ്റേഷൻ ഒന്നിച്ച് നിർമ്മിക്കുന്നത് എന്ന് നമുക്ക് സന്തോഷിക്കാം. ബസ് സ്റ്റേഷന്റെ മുഖച്ഛായ മാറുകയാണ്. ജീവനക്കാരിൽ നിന്ന് ജോലി ചെയ്യുന്ന ഓഫീസ് മുറികൾ എയർ കണ്ടീഷൻ ചെയ്യാൻ പോയി. ഹെഡ് ഓഫീസിൽ പേടിക്കണ്ട, ഇതെല്ലാം സോളാറിലേക്ക് മാറും. എല്ലാ ബസ് സ്റ്റേഷനുകളും ഘട്ടം ഘട്ടമായി MPമാരുടെ ഫണ്ട് തരാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ സമ്മർദ്ദം ചെലുത്തി അത് വാങ്ങിയാൽ എല്ലാ ബസ് സ്റ്റേഷനും സോളാർ ആവുന്നതോടെ KSRTCയുടെ വൈദ്യുതി ചാർജ് ഒരു മാസം കോടിക്കണക്കിന് രൂപ കുറയുമ്പോൾ KSRTCയുടെ ലാഭം നഷ്ടം കുറയും, പിന്നെയും നഷ്ടം കുറയും. ഈ ഹെഡ് ഓഫീസ് അടക്കം ഏതെങ്കിലും കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗിച്ചോ അല്ലെങ്കിൽ MPമാരെ ഫണ്ട് ഉപയോഗിച്ചോ നിങ്ങൾ ഓരോരുത്തരും, വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനം ട്രേഡ് യൂണിയനുള്ളവരുടെ ഉണ്ട്, നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിച്ചുകൊണ്ട് MPമാരെ കണ്ട് സംസാരിച്ച് അവരെ ഫണ്ട് വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ബസ് സ്റ്റേഷനും നമ്മുടെ സോളാർ വെക്കുന്നതോടുകൂടി നമ്മുടെ വൈദ്യുതി നിരക്കിലുണ്ടാകുന്ന ലാഭം നമ്മളെ വലിയ നിലയിലേക്ക് ഉയർത്തും. KSRTC പുതിയ ബസ്സുകൾ വരും. KSRTCയുടെ ബിസിനസ് ക്ലാസ് ബസ് ഒരു 15-ാം തീയതി കഴിയുമ്പോഴേക്കും, ഇനി വേറെ ഒന്നുമില്ല, പെയിന്റ് മാത്രമേ ഉള്ളൂ. ഇന്നലെ പെയിന്റ് അടിക്കാൻ കൊടുത്തു കഴിഞ്ഞു. പെയിന്റിന്റെ ഡിസൈൻ കൊടുത്തു. വളരെ എലിഗന്റ് ആയിട്ടുള്ള ഒരു പെയിന്റ് ആണ്. നമ്മുടെ കളർഫുൾ മാറ്റി വേറൊരു സ്റ്റൈലൻ ഒരു പെയിന്റ് ആണ് ചെയ്യുന്നത്. ആ ഒരു സ്റ്റൈലുമായിട്ട് ഒരു 15-ാം തീയതി കഴിയുമ്പോൾ ആ വണ്ടി വരും. വന്നാലുടൻ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്താലും അത് ഓടത്തക്ക രീതിയിൽ കഴിഞ്ഞ ദിവസം അതിന്റെ ഉദ്ഘാടനം ഞാൻ നിർവഹിച്ചു കഴിഞ്ഞു. ആ വണ്ടി വരുമ്പോൾ ഞാൻ മാധ്യമങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ഒന്ന് ഓടിച്ച് കാണിക്കും അതിനകത്ത് സൗകര്യങ്ങൾ. തെരഞ്ഞെടുപ്പായിട്ട് ഉദ്ഘാടനം നടത്തുന്നതല്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നാൽ ഉദ്ഘാടനം നടത്തത്തില്ല, വന്നില്ലെങ്കിൽ ഉദ്ഘാടനം നടത്തും. അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ഓടിച്ച് കാണിക്കും, എല്ലാവരെയും ഒന്ന് കയറി എന്താണ് ബിസിനസ് ക്ലാസ് ബസ് എന്നറിയണം. ഇല്ല, ടോയ്ലറ്റിന്റെ സൗകര്യമുണ്ട്, പാൻട്രി ഉണ്ട്, അതിനകത്ത് എല്ലാ സൗകര്യമുണ്ട്. KSRTCയുടെ അഭിമാനകരമായ അടയാളമായി തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഉടനെ തന്നെ തുടങ്ങും. ഇത് കണ്ടു കഴിഞ്ഞാൽ അവർ ഉടനെ തന്നെ ആരംഭിക്കും. അവർക്ക് അതിനുള്ള പൈസ ഉണ്ട്, നമുക്ക് അത്ര ഇല്ലെങ്കിൽ പോലും നമ്മൾ തുടങ്ങിയാണ്. ബിസിനസ് ക്ലാസ് ബസ് വരുന്നു. അതുപോലെ ബഡ്ജറ്റ് ടൂറിസത്തിന് വേണ്ടി 10 എയർ കണ്ടീഷൻ ബസ്സുകൾ, ചെറിയ നമ്മളെ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം പോലെയുള്ള വണ്ടികൾ 10 എണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരും ബഡ്ജറ്റ് ടൂറിസത്തിന് വേണ്ടി. അതായത് ഒരു സെന്ററിൽ 2-3 സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ഒരു AC ബസ് കൊടുക്കും. ഇഷ്ടമുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പൂൾ ചെയ്തെടുക്കാം. ഡ്രൈവർ ഓടിക്കാൻ അറിയാവുന്ന ആൾ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇടുക്കിയിൽ സംഭവിച്ചത് അവിടെ സംഭവിക്കും. അതുകൊണ്ട് ഡ്രൈവറെ മാറ്റില്ല, കോർഡിനേറ്റർമാർക്ക് മാറാം. പിന്നെ ഡ്രൈവർ ഒരാൾ തന്നെ ആയിരിക്കണം, അത് ഓടി നശിപ്പിക്കാൻ പറ്റില്ല വണ്ടി. അപ്പൊ അതുകൊണ്ട് വലിയൊരു വ്യത്യാസം, ഇതുവരെ ചരിത്രത്തിൽ ഇല്ലാത്ത അത്രയും വണ്ടികൾ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ടും വരാൻ പോവുകയാണ്. അതെല്ലാം നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് വണ്ടി വന്നാലും നമ്മൾ അങ്ങോട്ട് പോയാലും കേരളത്തിലെ ജനങ്ങളുടെ യാത്രാക്ലേശത്തിന് പരിഹാരമാവുകയാണ്. KSRTCയിൽ ഈ പറയുന്ന പോലെ ചിലർ പറയുന്നതൊക്കെ എല്ലാ സ്ത്രീകൾക്കും സൗജന്യം കൊടുക്കുമെന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, തമിഴ്നാട്ടിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ സിറ്റിയിലൊക്കെ ലോക്കൽ ബസ്സിൽ കൊടുക്കുന്നുണ്ട്, വലിയ പാടാണെന്ന് അദ്ദേഹം പറഞ്ഞു. കർണാടകത്തിൽ മുഴുവൻ ആൾക്കാർക്കും കൊടുത്ത് അതിന്റെ കഥ കഴിഞ്ഞു. അതുകൊണ്ട് നടക്കാത്ത കാര്യം, ഇതൊന്ന് രക്ഷപ്പെട്ടു വരികയാണ്. ദേവി ഇത് പാവപ്പെട്ട ഈ ജീവനക്കാരെ കഞ്ഞിക്ക് ഇനി ചെളിവാരിയിടല്ലേ എന്ന് മാത്രമേ ഇനി അഭ്യർത്ഥിക്കാനുള്ളൂ. അവരെ ഒരുവിധം രക്ഷപ്പെട്ട ഒരു സന്തോഷമുള്ള ഒരു സമാധാനമുള്ള ജീവിതത്തിലേക്ക് KSRTC ജീവനക്കാർ പ്രവേശിക്കുകയാണ്. രാഷ്ട്രീയം നല്ലതാണ്.